എന്റെ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും വരും എന്ന് പറഞ്ഞാ എനിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ബാച്ചും ഏകദേശം ഒരു 100-300 പേരുണ്ടാവും. പിന്നെ അരുണിന്റെ ഫ്രണ്ട്സ്, കോളേജ് മേറ്റ്സ് എല്ലാം കൂടി ഒരു 10-200 പേരുണ്ടാവും. പിന്നെ അരുണിന്റെ അനാഥാലയത്തിലെ കുട്ടികള്, അവിടുത്തെ സ്റ്റാഫ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയും പേര് നിന്റെ കല്യാണത്തിന് വിളിക്കാൻ പോലും എനിക്ക് ഉദ്ദേശമില്ല. അച്ഛനെ എന്തിനെങ്ങനെ പിശുക്കനാവുന്നേ? അല്ല, ഇങ്ങനെ കാശ് കൂട്ടിക്കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? കൂട്ടിക്കൂട്ടി വെച്ചാ എനിക്ക് തന്നെ അല്ലേ തരാനുള്ളത്. അപ്പൊ ഞാൻ അതെടുത്ത് ചെലവാക്കണ്ടേ? അതിലും നല്ലത് അച്ഛൻ തന്നെ ചെലവാക്കിക്കോ. ഒരു ഒറ്റ ബർത്ത്ഡേ കൊണ്ട് എന്നെ ദരിദ്രവാസിയാക്കിയേ പറ്റുമല്ലേ? അച്ഛാ, ഇപ്പൊ പ്രത്യേകിച്ച് ആരെയും വിളിക്കുന്നില്ല. അരുണുണ്ടാവും, ഫാദർ ഉണ്ടാവും, പിന്നെ മൈഥിലി മാമിന്റെ വീട്ടിലൊന്ന് പറയണം. മൈഥിലി മാമിനോടുള്ള നിന്റെ പരാതിയൊക്കെ തീർന്നോ? അതൊന്നും പരാതിയല്ലെന്നേ, ഒരു കുട്ടി ഗർവല്ലേ. ഞാനത് കളഞ്ഞു. അതുമല്ല, ബർത്ത്ഡേക്ക് അരുണിനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. അതിന് മൈഥിലി മാം കനിയണം, വേണ്ടേ? അത് ശരി. അപ്പൊ മൈഥിലി മാമിനുള്ള സ്നേഹം കൊണ്ടല്ല. ഒരു വഴിക്ക് പോകുമ്പോ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നെങ്കിൽ നടന്നോട്ടെന്നേ. എന്തായാലും ആള് കുറഞ്ഞല്ലോ. ഇനി ഇപ്പൊ അച്ഛന് ചെലവിനെ കുറിച്ച് വേവലാതിയൊന്നുമില്ലല്ലോ. നിനക്ക് വേണ്ടി എത്ര ചെലവാക്കാനും അച്ഛൻ ഒരു മടിയില്ല മോളെ. അത് വിട്. 300-500 പേരെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേ മുഖത്ത് രക്തം പറ്റുന്ന ഞാൻ കണ്ടതാണ് മിസ്റ്റർ രംഗനാഥൻ. അതെ, ഞാൻ ഇപ്പൊ തന്നെ മൈഥിലി മാമിനെ വിളിച്ച് കാര്യം അങ്ങ് പറയാം. ഇപ്പോ ഈ രാത്രി വിളിക്കണോ? പകല് വിളിച്ച ഹോസ്പിറ്റലിലെ തിരക്കിലായിരിക്കും. ഈ നേരത്തെ തന്നെയാ നല്ലത്. ഞാനേ എന്തായാലും വിളിക്കട്ടെ. എടി പോത്തെ. ഹലോ മാഡം, സ്നേഹയാ. പറയ് സ്നേഹ. മാം വീട്ടിലില്ലേ? അല്ല, ഞാൻ ഹോസ്പിറ്റലിലാ. സോറി മാം, ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം. ഇവിടെ ഇപ്പൊ തിരക്കൊന്നുമില്ല. സ്നേഹ പറഞ്ഞോളൂ. എന്നോട് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. താങ്ക് യു. പിന്നെ ഞാൻ വിളിച്ചതേ ഈ 17th എന്റെ ബർത്ത്ഡേയാ. ഒന്നാമത്തെ കാര്യം, മാം കുടുംബസമേതം വരണം. രണ്ടാമത്തെ കാര്യം, 17th and 18th അരുൺ ലീവ് ആയിരിക്കും. ഞാൻ മുൻപേ കുട്ടി പറഞ്ഞിട്ടുണ്ടേ, ഇനി തിരക്കാണ്, അരുണിന് ലീവ് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് ഇടിച്ചു കയറി വരും. സ്നേഹ ഫോൺ വെച്ചോളൂ. അത് വേണ്ട. ഇക്കാര്യത്തില് ഒരു തീരുമാനം പറയാതെ ഫോൺ വെക്കുന്ന പ്രശ്നമില്ല. കുട്ടി പ്ലീസ്, എനിക്കിവിടെ കുറച്ച് തിരക്കുകളുണ്ട്. ഒട്ടും തിരക്കില്ലെന്നായിരുന്നല്ലോ സംസാരം തുടങ്ങിയപ്പോ പറഞ്ഞത്. പിന്നെ എവിടുന്നാ പെട്ടെന്നൊരു തിരക്ക് വന്നത്? അല്ല, അരുണിനെ ബർത്ത്ഡേക്ക് പറഞ്ഞയക്കാതിരിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്തുദ്ദേശം? എന്താ കുട്ടി സംസാരിക്കുന്നത്? സ്വന്തം ബർത്ത്ഡേ കുട്ടിക്ക് പ്രധാനപ്പെട്ടതാവും, പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്ന് വാശി പിടിക്കരുത്. എന്റെ ബർത്ത്ഡേയുടെ കാര്യത്തില് അങ്ങനെ ഒരു വാശിയുണ്ട്. എന്നെ അറിയുന്നവരും ഞാൻ ബർത്ത്ഡേക്ക് വിളിക്കുന്നവരും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. കുട്ടി എന്നെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഫോൺ വെക്കുക. അതെന്ത് രീതിയാ? ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യുന്നത് എന്ത് മാനസാ? ബർത്ത്ഡേ ദിവസം അരുണിനെ ഫ്രീ ആക്കാൻ പറ്റുമോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തവരൊക്കെ ഇപ്പൊ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ഒറ്റയടിക്കൊരു വാക്കിന് ഇതൊക്കെ കട്ട് ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ കരുതുമ്പോ എല്ലാരും കൂടെ എന്നെ വേദനിപ്പിക്കുകയാണോ? ഞാൻ മാഡത്തിന് എങ്ങനെയാ വേദനിപ്പിച്ചേ? ഒന്ന് പറഞ്ഞേ. എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള്. ഒരു തരം ഈഗോ പോലെ. യെസ്, എന്റെ ഈഗോ ആണ്. മേലിൽ എന്റെ ഫോണിലേക്ക് വിളിക്കരുത്, മനസ്സിലായോ? മൈഥിലി മാം എന്താ പറഞ്ഞത്? ഏത് നേരം വിളിച്ചാലും ഒരുമാതിരി. ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിന് നിൽക്കുകയായിരിക്കും. തിരക്കാണെങ്കിൽ പിന്നെ സംസാരിക്കാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. അതും കേട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. വാക്കുകൊണ്ട് നോക്കുകൊണ്ടും ഒക്കെ അരുണിനെ പേടിപ്പിച്ച് നിർത്തുന്നല്ലേ. അതുപോലെ എന്നോടും പെരുമാറാന്നായിരിക്കും കരുതുന്നേ. നീ അത് പറഞ്ഞു പറഞ്ഞു വലുതാക്കല്ലേ. എനിക്ക് എന്ത് നാണക്കേട് തോന്നുന്നുണ്ടെന്നറിയോ? ഞാനേ അവരെ ഒന്നുകൂടെ വിളിക്കട്ടെ. 2 എണ്ണം കൂടി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. നീ ആ ഫോണിൽ തന്നെ ഇപ്പൊ തിരിച്ചു വിളിക്കണ്ട. ഒറ്റയടിക്ക് മുറിച്ചു കളയാവുന്ന ബന്ധമൊന്നും അല്ലാതെ, പ്രത്യേകിച്ച് അരുണിനെ. അതോർത്ത ഞാൻ ക്ഷമിക്കുന്നേ. ഇനി എന്തായാലും ഞാൻ അവരോട് സംസാരിക്കാനും ഇല്ല, കാണാനും ഇല്ല. എന്റെ ബർത്ത്ഡേക്ക് അവർ വരണ്ട. മോളെ, ദേ അച്ഛൻ അതിന്റെ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് അവരെ വിളിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഏതു വന്നില്ലേ സുമേ?
ഞാൻ പോയി വിളിച്ചു. കഴിക്കുന്നില്ലെന്നാ പറഞ്ഞ്. ഫോണിൽ ഗെയിമും കളിച്ചോണ്ടിരിക്കുക. സുമ ഒന്നുകൂടി അവന് വിളിക്കുക. മോനെ, അച്ഛനും ചേച്ചിയും കഴിക്കാനിരിക്കുക. മോൻ വരുന്നില്ലേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. അമ്മ ഇന്നിനി വരില്ല. മോൻ പട്ടിണി കിടക്കാതെ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എന്നെയും കൂട്ടിക്കൊണ്ടുപോയ? കേട്ടില്ലല്ലോ. എനിക്ക് വേണ്ട. സുമേന്റെ ബുക്കോ? മോനെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? യദു, വെറുതെ വാശി കാണിക്കരുത്. ഒന്ന് ഭക്ഷണം കഴിക്ക്. അച്ഛന് വിശക്കുന്നുണ്ട്. ഒന്ന് വാടാ, ചുമ്മാ ജാട കാണിക്കാതെ. പറയുന്നത് അനുസരിക്കും മോനെ. മോൻ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് വിഷമാവും. അമ്മയുടെ വിഷമം ഞാൻ മാറ്റിക്കോളാം. നീ എന്തിനാ ഇത്ര വാശി കാണിക്കുന്നേ? അച്ഛൻ നിന്നെന്തെങ്കിലും പറഞ്ഞോ? നീ മിണ്ടായിരുന്നോ? അപ്പൂപ്പ ഹോസ്പിറ്റലിലായത് ആര് കാരണോ? അച്ഛൻ കാരണമല്ലേ? അച്ഛൻ അപ്പൂപ്പന് വല്ലതും ചെയ്തോ? അപ്പൂപ്പൻ വഴിയിൽ വീണതല്ലേ? അച്ഛൻ കാരണോ? അച്ഛൻ തന്നെ കാരണം. എന്ന് അമ്മ പറഞ്ഞോ? എന്നോടാരും പറഞ്ഞില്ല. അമ്മയും അപ്പൂപ്പനെയൊക്കെ അച്ഛൻ വേദനിപ്പിച്ചില്ലേ? അച്ഛാ, ഇവനെ പിടിച്ചോണ്ടൊന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തിയേ. അത്രയ്ക്ക് വാശി പിടിച്ച കൊള്ളില്ലല്ലോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എടാ യാമി, വേണ്ട മോളെ. മോള് വാ. മോള് കഴിക്കണില്ലേ? ഇല്ല അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഹലോ. പേടിക്കണ്ട. അച്ഛൻ്റെ വിശേഷം കേൾക്കാനല്ല. മോൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഞാനും യാമിയും ചെന്ന് വിളിച്ചു. അവൻ വാശിയില്ല. അമ്മയെ വേദനിപ്പിച്ചവര് അടുത്തു പോലും ചെല്ലണ്ടെന്നാണ് മോന്റെ രീതി. അവൻ കുഞ്ഞല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയൊന്നും ആയില്ലല്ലോ അവന്. ആവുമ്പോ അമ്മയെ തള്ളി പറയുമായിരിക്കും. സംസാരിച്ച് വാക്കുകൾ ഇരട്ടിപ്പിക്കണ്ട. അവനോട് ഭക്ഷണം കഴിക്കാൻ പറയേ. അവന് ഫോൺ കൊടുക്ക. അമ്മയാണ്, സംസാരിക്കുക. അമ്മേ, എന്താ മോനെ ഇത്? എന്താ ഭക്ഷണം കഴിക്കാത്ത? എനിക്ക് സങ്കടമായിട്ടാ. എന്നെ അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ടുപോയില്ലല്ലോ. അപ്പൂപ്പനെ കാണുമ്പോ മോന്റെ സങ്കടം കൂടുകയുള്ളൂ. അതുകൊണ്ടല്ലേ കൊണ്ടുവരാതിരുന്നത്? നല്ല കുട്ടിയായിട്ട് പോയിരുന്ന ഭക്ഷണം കഴിച്ച്. ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കില്ല. അങ്ങനെ പറയരുത്. യദുക്കുട്ടനെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണല്ലോ. യദുക്കുട്ടൻ അച്ഛൻ പറയുന്നൊക്കെ അനുസരിക്കണം. അമ്മയുടെ നല്ല മോനല്ലേ. അമ്മ എപ്പോഴാ വരിക? അമ്മ അപ്പൂപ്പന്റെ അടുത്തല്ലേ. അപ്പൂപ്പന് സുഖായ അമ്മ അപ്പ വരും. മോൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവും. അപ്പൂപ്പനോട് പറഞ്ഞാൽ അപ്പൂപ്പനും വിഷമാവും. പിന്നെ അപ്പൂപ്പന്റെ അസുഖം കൂടും. എനിക്ക് വിശക്കുന്നില്ല അമ്മേ. ഒരുപാടൊന്നും കഴിക്കണ്ട. കുറച്ചെങ്കിലും ഒന്ന് പോയി കഴിക്കുക. ഇല്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം കിട്ടില്ല. അമ്മയുടെ മോനല്ലേ, പ്ലീസ്. ശരി അമ്മേ, ഞാൻ കഴിക്കാം. ലവ് യു ഡിയർ. ലവ് യു അമ്മേ. ഇതിപ്പോ അങ്ങ് ശീലമാക്കിയോ? ഇതോ? ഇത് ഇത്തിരി കുടിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ആനന്ദവും ഇല്ല. പിന്നെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വരുത്തണ്ടേ? പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ഒന്നും ആഘോഷിക്കാൻ എന്റെ ഈ പ്രായത്തിൽ പറ്റില്ലല്ലോ. ഇതെന്താ ഇരുന്ന് കണക്ക് കൂട്ടുന്നത്? കണ്ണടച്ചിരുന്നാൽ ഈ ചതുരംഗത്തിന്റെ കറുപ്പും വെളുപ്പും കളം പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു യുദ്ധക്കളം കാണാം. അതില് പരിചയമുള്ള കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആരെവിടെ നിൽക്കണം,
ആരാർക്കെതിരെ സഞ്ചരിക്കണം, ആരാരെ വെട്ടണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ. വളരെ ബുദ്ധിമുട്ടാ ഈ ബന്ധങ്ങളിൽ നിന്ന് ഇളക്കി പറിച്ച് കൊണ്ടുവന്ന് എതിരാളികളായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാ. എന്താ, തനിക്ക് ഉറക്കം വരുന്നോ? ആ, ഉറങ്ങണം. എന്ന് വെച്ചാ എന്റെ ഭ്രാന്ത് കേട്ടിരിക്കാൻ വയ്യാന്ന്. ലക്ഷ്മി, ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ എന്റെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങളാ. അത് തന്നോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ തവണയും മോനെ ആണ്ടുബലിയിടുന്നത് ഈ ഉമ്മറത്തല്ലേ? എത്ര ബലിച്ചോറ് ഉരുട്ടി വെച്ചാലും എന്റെ മനസ്സിനെന്തോ തൃപ്തി വരാറില്ല. ഇനിയിപ്പോ അവന്റെ ആണ്ടിനധികം ദിവസമില്ല. ഇത്തവണയെങ്കിലും മനസ്സിന്റെ തൃപ്തിയോടെ ഒരു ഉരുളയെടുത്ത് അവന് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ, താൻ ഉറങ്ങിക്കോ. എനിക്കിനി ഉറങ്ങാനേ പറ്റില്ല. മാഡം വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കുക. മാഡം വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം. വേണ്ട, ഞാൻ ഉത്തരവാദിത്തം കാണിക്കില്ല എന്ന് കരുതിയിട്ടാണ്. അതൊന്നുമില്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ വീട്ടിൽ നിന്നല്ല, ലോകത്ത് ഒരിടത്ത് പോയാലും എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നീ പോയിക്കോ. എങ്കിലും ഓക്കെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമല്ലോ അല്ലേ? സ്നേഹ കുറച്ച് കംപ്ലൈൻറ്റിലായിരുന്നു. അവളെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചല്ലേ ഉള്ളൂ. അതിന് ഇത്രയൊന്ന് ഷൗട്ട് ചെയ്യണ്ടായിരുന്നു. നീ അവളെ ന്യായീകരിക്കുകയാണോ? കുട്ടിക്കളി അവൾക്ക്. ചുറ്റുമുള്ളവരെല്ലാം അവളുടെ താളത്തിന് നിൽക്കണം എന്നുള്ള വാശി. ഏയ്, സ്നേഹ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവൾ പറഞ്ഞത് മുഴുവൻ കേട്ടപ്പോൾ മാഡത്തിൻ്റെ ഭാഗത്ത് ചെറിയ പ്രശ്നമുള്ള പോലെയാ തോന്നിയത്. അതെ, എൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. പിന്നീട് ബുദ്ധിമുട്ടാവുന്ന ചില ബന്ധങ്ങളെ തുടങ്ങി വെക്കാൻ പാടില്ലല്ലോ. മിണ്ടാനും പറയാനും ഒക്കെ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോഴേ അയാൾക്ക് അല്പമെങ്കിലും കാര്യഗൗരവം ഉണ്ടോ എന്ന് ഞാൻ നോക്കണമായിരുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് കുട്ടിക്കളികൾ ഒട്ടും താല്പര്യമില്ലാന്ന്. ഞാൻ പറഞ്ഞു, മാഡത്തിന് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസിന്റെ പേരിൽ. ഓ, അതിന് നീ ആരോടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യം വെച്ചിട്ടേ എന്റെ ഫാമിലി സ്റ്റോറി എന്ന് പറഞ്ഞ് നീ ഒരു കഥ പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കും. എല്ലാവരും കണക്കാ. അയ്യോ മാം, ഞാൻ മറ്റാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സ്നേഹയൊന്ന് സമാധാനിപ്പിക്കാൻ. വേറൊരാളെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം ഒരു ആയുധമാക്കി നീ ഉപയോഗിക്കണ്ട. മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ പാണം പാട്ട് നടത്താൻ എനിക്ക് ആരുടെ ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവനിങ്ങോട്ട് വന്നതാണല്ലോ, പിന്നെ ഇതെവിടെ പോയി? നീ എന്താടാ രാത്രിയിൽ മഞ്ഞും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താടാ, എന്ത് പറ്റി? ഫാദർ ഒന്ന് പോയേ, ഞാൻ ഒറ്റയ്ക്ക് മര്യാദയ്ക്ക് സമാധാനമായിട്ട് നിൽക്കട്ടെ. അങ്ങനെ നീ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കണ്ട, അകത്തോട്ട് പോടാ. പറഞ്ഞാൽ എന്താ ഫാദറിന് മനസ്സിലാവാത്തത്? വെറുതെ എന്തിനാ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എവിടെ നിന്നോ നല്ല തട്ട് കിട്ടി. എവിടെ നടാ മോനെ? അതൊന്നും ഫാദർ അറിയണ്ട. അങ്ങനെ അറിയണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആരറിയാനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഈ അനാഥൻ എന്ന വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താ? തന്തയും തള്ളയും ഇല്ലാത്തവനെന്നാണോ? അതോ ജീവിതത്തിൽ ഒരിക്കലും ഒരാളും സ്വന്തമായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണോ? എന്താടാ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നിപ്പോയി. സ്വന്തമായിട്ട് കരുതുന്നവരെല്ലാം തള്ളി പറയുമ്പോൾ
മനസ്സിലായി. നീ മൈഥിലിയോട് പിണങ്ങിയല്ലേ? ഞാൻ പിണങ്ങിയൊന്നുമില്ല. എന്നോടാ ബഹളം വെച്ചത്. എന്നോട് മാത്രമല്ല, സ്നേഹയോടും. നിന്റെ കാര്യം വേണമെങ്കിൽ നമുക്ക് ഗൗരവത്തിലൊന്ന് അന്വേഷിക്കാം. പക്ഷെ അവളുണ്ടല്ലോ സ്നേഹ, അവളുടെ പെരുമാറ്റത്തിന് 4 ചീത്ത കേട്ടാലും ഒന്ന് കിട്ടിയാലും പരാതിയൊന്നുമില്ല. ആട്ടെ, നിന്റെ കാര്യം എന്താ? മൈഥിലി മാമിൻ്റെ ഫാമിലി എന്തോ വലിയ പ്രോബ്ലത്തിലാണ്. അതറിഞ്ഞിട്ടാവും മാമിൻ്റെ അച്ഛൻ തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് എന്താണെന്നറിയാൻ ഞാൻ ശ്രമിക്കില്ലേ? എനിക്കങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് ഞാൻ കരുതി. കുടുംബ വിഷയത്തെ കൈയെടുത്തണ്ട, അധികം ഡ്യൂട്ടി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. ഡാ, നീ പറഞ്ഞത് കേട്ടപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തെങ്കിലും മൈഥിലി പറഞ്ഞു പോയതിൻ്റെ പേരിൽ ആ കുട്ടിയോട് നിനക്ക് പിണക്കൊന്നും തോന്നണ്ട. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എടാ, അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. കുടുംബകാര്യങ്ങൾ വേറെ. അപ്പോൾ നിന്നോടോ സ്നേഹയോടോ തമാശ പറയാനും കളിച്ച് ചിരിച്ച് നിൽക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല മൈഥിലിക്ക്. ഞാൻ തമാശ കളിക്കാനൊന്നും പോയതല്ല. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. എനിക്ക് മാം അങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. എടാ, നാളെ ആവട്ടെ, ഞാൻ മൈഥിലിയെ വിളിച്ച് ചോദിച്ചോളാം. ആ പിന്നെ നീ ഇത് മനസ്സിലിട്ട് ഒരുപാട് വലുതാക്കി കളയല്ലേ. ആ പിന്നെ നീ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരാളുടെയും സ്നേഹം വിധിച്ചിട്ടില്ലാത്തവരാണോ അനാഥരെന്ന്? അല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേടാ നീ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എടാ, സ്വന്തക്കാരെ തീരുമാനിക്കുന്നത് രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. നിനക്ക് എത്രയോ നല്ല സുഹൃത്തുക്കളുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർ നിന്നെ എത്രയോ ബഹുമാനിക്കുന്നുണ്ട്. സ്നേഹയും അവളുടെ അച്ഛനും നിന്നെ അംഗീകരിക്കുന്നില്ലേ? എടാ, മൈഥിലി നിന്നെ അനുജനെ പോലെ കൊണ്ടു നടക്കുന്നില്ലേ? പിന്നെ എങ്ങനെടാ നിനക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശം? എടാ, ഇനി മേലിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, കേട്ടല്ലോ? സോറി ഫാദർ. എടാ, ആങ്ങളെ പെങ്ങളൊക്കെ ആവുമ്പോൾ ഇടയ്ക്ക് ചില തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. വന്ന് കിടക്കാൻ നോക്കടാ ചെറുക്ക, എനിക്ക് കൊന്തെത്തിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് ജീവിതത്തിലെ പ്രാരബ്ധങ്ങൾക്കിടയിൽ ഒന്നും ആലോചിക്കാൻ. എന്താ പോലെ അച്ഛൻ ഉറങ്ങിയില്ല ഇതുവരെ? ഉറക്കം വന്നില്ല. നേരത്തെ തന്ന മരുന്ന് സെഡേഷൻ ഉള്ളതാണല്ലോ, നന്നായിട്ട് ഉറക്കം വരേണ്ടതാ. അറിഞ്ഞൂടാ, പക്ഷെ ക്ഷീണമൊന്നുമില്ല അച്ഛനെ, പേടിക്കണ്ട. അച്ഛൻ എന്തേ മനക്കണക്ക് കൂട്ടുന്നത്? ഓ, എന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നത് നീ കണ്ടു അല്ലേ? അതിപ്പോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ശീലമാണ്. താമസിച്ചിരുന്ന ലോഡ്ജുകളിൽ 1-2 ആളുകൾ അത് പറയുകയും ചെയ്യുമായിരുന്നു. തീരെ ഉറക്കം വരാത്ത രാത്രികളില് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിനോട് പറയും. ചിലപ്പോ 1-2 പേര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അപ്പുറവും ഇപ്പുറവും നിന്ന് പറയും. ഭാഗ്യത്തിന് ഉറക്കമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചങ്ങലക്കിട്ട് പൂട്ടേണ്ട സമയം കഴിഞ്ഞു.